ഹായ് ഫ്രണ്ട്സ്, ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ചൂടുള്ള ഈ സമയത്ത് ജ്യൂസ് ഐറ്റമാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ജ്യൂസ് ഉണ്ടാക്കുന്നതിന് ഫ്രൂട്ട്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഞാനിന്ന് ബീട്രൂട്ട് കൊണ്ടാണ് ഇത് ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടതും. നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടാലോ. ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നതിന് ഞാൻ ഒരു ഇടത്തരം ബീട്രൂട്ട് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വച്ചിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട്, അതും നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് ബീട്രൂട്ട് വെന്തോ നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. ബീട്രൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. ബീട്രൂട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ആ ബീട്രൂട്ടൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ അരിച്ചെടുത്ത ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമുക്ക് ബീട്രൂട്ട് വെന്ത പാത്രത്തിൽ വീണ്ടും ഒഴിച്ച് ഒന്നുകൂടെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ജ്യൂസിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര ഒന്ന് അലിക്കുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മധുരം ചേർക്കാം. പഞ്ചസാര ഇപ്പം നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ജ്യൂസൊന്ന് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. ബീട്രൂട്ടിൻ്റെ ഈ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു 1.5 കപ്പ് തണുത്ത വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് റെഡി ആയിരിക്കുകയാണ്. ഒരു 3 പേർക്ക് കുടിക്കാനുള്ള ജ്യൂസ് നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ്. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഗ്ലാസ്സിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല തണുത്ത ബീട്രൂട്ടിൻ്റെ ജ്യൂസ് റെഡിയാക്കിയിരിക്കുകയാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് നാളെ വരുന്നത് വരെ ബൈ.